കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുകയാണ്. പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കുന്നത്. അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്കിൽ തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിൽ സ്വിഫ്റ്റ് ബസ് തടഞ്ഞിട്ടുണ്ട്. നെടുമങ്ങാട് AT ഓഫീസ് ഉപരോധിച്ച 12 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബദൽ ഡ്രൈവർമാരെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്താനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഞങ്ങൾ നേരത്തെ നോട്ടീസ് കൊടുത്ത് നിയമപരമായി നടത്തുന്ന ഒരു പണിമുടക്കാണ്. ഞങ്ങളുടെ ആവശ്യം സമയബന്ധിതമായി ശമ്പളം കിട്ടുക, DA കുടിശ്ശിക തരിക, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വാങ്ങിയ RTC വണ്ടികളാണ് ഓടുന്നത്. അപ്പോൾ ഈ KSRTCയെ കൂടെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പണിമുടക്കിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു യൂണിയൻ എന്നുള്ള രീതിയിൽ ഒരു ധാർമ്മികമായ സമരമാണ്. അപ്പോൾ ഞങ്ങളൊരു അക്രമത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് കാലങ്ങളിൽ CITയും ഒക്കെ നടത്തിയ പോലുള്ള KSRTCയെ നശിപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഞങ്ങൾ പോയില്ല. സർക്കാരായാലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായാലും പണിമുടക്ക് പോലുള്ള സമരങ്ങൾ വരുമ്പോൾ ഡൈസ്റോൺ വരുന്നത് സ്വാഭാവികമാണ്. അതിനെക്കൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിയ വണ്ടികളുടെ കാലാവധി 2 വർഷം കൂടെ കഴിയുമ്പോൾ ഈ RTC തന്നെ പൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, പലയിടത്തും ബസ് തടയുന്നുണ്ടോ? ജീവനക്കാർ കാര്യമായി പണിമുടക്ക് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് കാര്യമായി പണിമുടക്ക് ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലാണ്, തമ്പാനൂരിലെ സെൻട്രൽ ഡിപ്പോയിലാണ് ഉള്ളത്. നമ്മൾ ഈ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെയാണെങ്കിലും സാധാരണഗതിയിൽ സർവീസുകൾ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ ബസ് സർവീസുകൾ തടയുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മുടങ്ങുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഈ പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ KSRTC അധികൃതരും പറയുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതലാണ് ഈ 24 മണിക്കൂർ സമരം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 12ഓളം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TDFിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1-ാം തീയതി ശമ്പളവും പെൻഷനും അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, DA കുടിശ്ശിക കൃത്യമായി തന്നെ മടക്കി നൽകുക, ഡ്രൈവർമാരുടെ ആനുകൂല്യങ്ങൾ നൽകുക, പുതിയ ബസ്സുകൾ വാങ്ങുക, ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ സമരം ഇന്ന് ചെയ്യുന്നത്. എനിക്ക് പിന്നിൽ ഈ സമരക്കാർ ഇപ്പോൾ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തുടങ്ങിയ സമരം 12 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ സെൻട്രൽ ഡിപ്പോയിൽ ഒരു പ്രതിഷേധ മാർച്ചും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പാപ്പനംകോട് സ്വിഫ്റ്റ് ബസ് തടയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. പക്ഷേ അതിനുശേഷം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ രീതിയിൽ ഈ സമരമോ അല്ലെങ്കിൽ ബസ് തടയലോ എന്ന രീതിയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ബസ് തടയുന്നതടക്കമുള്ള സമരത്തിലേക്ക് കടക്കും എന്നതാണ് ഇവർ പറയുന്നത്. കൂടാതെ തന്നെ നെടുമങ്ങാട് AT ഓഫീസിൽ ഉപരോധിക്കാനെത്തിയ 12 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ നിന്നും ഇത്തരത്തിൽ ബസ് സർവീസുകളൊന്നും തന്നെ മുടങ്ങിയിട്ടില്ല. ബദലി ജീവനക്കാരെ അടക്കം താൽക്കാലിക ഡ്രൈവർമാരെ അടക്കം ഇറക്കിക്കൊണ്ട് ഈ സമരത്തെ പ്രതിരോധിക്കുകയാണ് സർക്കാർ. അതിനോടൊപ്പം തന്നെ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ സർക്കാർ.